ഹലോ കുഞ്ഞുമക്കളേ, മലയാളം ബെഡ് ടൈം സ്റ്റോറീസിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു പുതിയ കഥ കേൾക്കാം. ഉറങ്ങുന്ന സുന്ദരി. പണ്ടൊരിക്കൽ സ്വർണ്ണനിറമുള്ള പുൽമേടുകളും പാട്ടുപാടുന്ന പുഴകളുമുള്ള ഒരു മനോഹരമായ രാജ്യത്ത് ഒരു കുഞ്ഞിനായി ആഗ്രഹിച്ചിരുന്ന ഒരു രാജാവും രാജ്ഞിയും ജീവിച്ചിരുന്നു. അവസാനം അവരുടെ ആഗ്രഹം സഫലമായി. അവർക്കൊരു സുന്ദരിയായ പെൺകുഞ്ഞു ജനിച്ചു. പ്രഭാതസൂര്യന്റെ വെളിച്ചം പോലെ അവൾ അവരുടെ ജീവിതം പ്രകാശമാനമാക്കിയതിനാൽ അവർ അവൾക്ക് അറോറ എന്നു പേരിട്ടു. അവളുടെ ജനനം ആഘോഷിക്കാൻ രാജാവെല്ലാവർക്കും ഒരു വലിയ വിരുന്ന് നൽകി. അതിൽ ആ രാജ്യത്തെ നല്ലവരായ 7 മാലാഖമാരുമുണ്ടായിരുന്നു. കൊട്ടാരം മുഴുവൻ തിളങ്ങുന്ന പട്ടുനാടകൾ കൊണ്ടും തേനിനേക്കാൾ മധുരമുള്ള റോസാപ്പൂക്കൾ കൊണ്ടും അലങ്കരിച്ചിരുന്നു. ഓരോ മാലാഖമാരും മുന്നോട്ട് വന്ന് രാജകുമാരിക്ക് മാന്ത്രിക സമ്മാനങ്ങൾ നൽകി. എന്നാൽ ഏറ്റവും ഇളയ മാലാഖ സംസാരിക്കാൻ തുടങ്ങിയതും മുറിയിലാകെ വലിയ തണുപ്പ് പടർന്നു. ഒരു വലിയ കാറ്റ് വീശി കൊട്ടാരത്തിന്റെ വാതിലുകൾ തുറന്നു. അതാ വരുന്നു ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി. ആരും ശ്രദ്ധിക്കാത്ത മലഫിസന്റ് എന്ന ദുഷ്ടയായൊരു മാലാഖ പച്ച പുകയ്ക്കിടയിലൂടെ അവിടെ പ്രത്യക്ഷപ്പെട്ടു. തന്നെ ക്ഷണിക്കാത്തതിലുള്ള ദേഷ്യം കാരണം അവൾ ഒരു ശാപം നൽകി. അറോറയുടെ 16ാം ജന്മദിനത്തിൽ ഒരു നൂൽ നൂൽക്കുന്ന ചക്രത്തിൽ അവളുടെ വിരൽ മുറിയുകയും അവൾ ഗാഠനിദ്രയിലാവുകയും ചെയ്യുമെന്ന് അവൾ ശപിച്ചു. ഇതുകേട്ട് രാജാവും രാജ്ഞിയും പേടിച്ചുപോയി. എന്നാൽ സമ്മാനം നൽകാൻ ബാക്കിയുണ്ടായിരുന്ന ഇളയ മാലാഖ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. അവൾ പറഞ്ഞു, എനിക്കീ ശാപം മാറ്റാൻ കഴിയില്ല, പക്ഷേ കുറയ്ക്കാൻ കഴിയും. അറോറ മരിക്കില്ല. യഥാർത്ഥ സ്നേഹത്തോടെയുള്ള ഒരു ചുംബനം ലഭിക്കുന്നതുവരെ അവൾ ഉറങ്ങുക മാത്രമേ ഉള്ളൂ. തന്റെ മകളെ രക്ഷിക്കാൻ രാജ്യത്തുള്ള എല്ലാ നൂൽ നൂൽക്കുന്ന ചക്രങ്ങളും തീയിട്ട് നശിപ്പിക്കാൻ രാജാവ് ഉത്തരവിട്ടു. വർഷങ്ങൾ കടന്നുപോയി. അറോറ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലെ പക്ഷികളോടും മാനുകളോടുമൊക്കെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെ സന്തോഷവതിയായ ഒരു പെൺകുഞ്ഞായി വളർന്നു. എല്ലാവരോടും അവൾക്ക് വലിയ സ്നേഹമായിരുന്നു. അവളുടെ ചിരി കേട്ടാൽ കാറ്റിൽ വെള്ളിമണികൾ കിലുങ്ങുന്നതുപോലെ തോന്നുമായിരുന്നു. അങ്ങനെ അവളുടെ 16ാം ജന്മദിനത്തിൽ കൊട്ടാരത്തിലാകെ ഒരു വലിയ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു. എന്നാൽ അറോറ കൊട്ടാരത്തിന്റെ ഒരു മൂലയിൽ അവൾ ഇതുവരെ കാണാത്ത പൊടി പിടിച്ച ഒരു കൽപ്പടവ് കണ്ടു. ആകാംക്ഷയോടെ അവൾ അതിലൂടെ മുകളിലേക്ക് കയറി. അവിടെ അവൾ ഒരു ചെറിയ തടിവാതിൽ കണ്ടു. പതുക്കെ അവൾ അത് തുറന്നു. ആ മുറിക്കുള്ളിൽ പ്രായമായൊരു സ്ത്രീ ഒരു ചക്രത്തിൽ സ്വർണ്ണ നൂൽ നൂൽക്കുന്നുണ്ടായിരുന്നു. ഇതിനു മുൻപ് ഇങ്ങനൊരു ചക്രം കണ്ടിട്ടില്ലാത്ത അറോറ സൂര്യപ്രകാശം പോലെ തിളങ്ങുന്ന ആ നൂലിലേക്ക് അത്ഭുതത്തോടെ കൈനീട്ടി. ആ കൂർത്ത സൂചിയിൽ അവളുടെ വിരൽ തൊട്ടതും ഒരു ചെറിയ മുറിവുണ്ടായി. പെട്ടെന്ന് അവൾക്ക് വലിയ ക്ഷീണം തോന്നി. അടുത്തുള്ള കട്ടിലിൽ കിടന്നവൾ കണ്ണുകളടച്ച് ഒരു നീണ്ട ഉറക്കത്തിലേക്ക് വീണു. ആ ശാപം കൊട്ടാരം മുഴുവൻ പടർന്നു. അടുക്കളയിലെ കാവൽക്കാരും രാജാവ് വരെ ഉറങ്ങിപ്പോയി. കൊട്ടാരത്തിലെ തീ അണഞ്ഞു. കുതിരകൾ വരെ തല താഴ്ത്തി ഉറങ്ങി. എല്ലാം നിശ്ചലമായി. കൊട്ടാരത്തിനു ചുറ്റും മാന്ത്രികമുള്ള വലിയ മുള്ളുകാടുകൾ വളർന്നു. ആ കൊട്ടാരം പുറം ലോകത്തു നിന്ന് പൂർണ്ണമായും മറഞ്ഞുപോയി. വർഷങ്ങളോളം ആ രാജ്യം വലിയൊരു നിശബ്ദതയിൽ ഉറങ്ങിക്കിടന്നു. ധൈര്യശാലിയായ ആരെങ്കിലും ആ രാജകുമാരിയെ തേടി വരും എന്ന് കാത്തിരുന്നു. ഒരു ദിവസം അടുത്ത രാജ്യത്തെ ദയയുള്ള ഒരു രാജകുമാരൻ ഉറങ്ങുന്ന സുന്ദരിയുടെ കഥ കേട്ടു. അവളെ സഹായിക്കണമെന്നവന് തോന്നി. തന്റെ വെള്ള കുതിരപ്പുറത്ത് അവൻ ആ മുള്ളുകൾ നിറഞ്ഞ ഇരുണ്ട കാട്ടിന് മുന്നിലെത്തി. ധൈര്യത്തോടെ തന്റെ വെള്ളി വെളിച്ചമുള്ള വാളുകൊണ്ട് അവൻ ആ മുള്ളുകൾ വെട്ടിമാറ്റി. അവന് പോകാൻ ആ കാട് വഴിമാറിക്കൊടുത്തു. ഉറങ്ങുന്ന കാവൽക്കാരെയും 100 വർഷമായി നിശ്ചലമായ കൊട്ടാരത്തിലെ മുറികളെയും കടന്ന് അവൻ മുന്നോട്ട് നടന്നു. ആ പൊടിപിടിച്ച കൽപ്പടവുകൾ കയറി ചെറിയ തടിവാതിൽ തുറന്നപ്പോൾ അവൻ ആ രാജകുമാരിയെ കണ്ടു.
ശാന്തമായി ഉറങ്ങുന്ന അവളെ കണ്ടപ്പോൾ അവൻ അവളുടെ അരികിലിരുന്ന് രാജ്യത്തിൻ്റെ ഈ വെളിച്ചത്തെ എപ്പോഴും സംരക്ഷിക്കുമെന്ന് വാക്കു പറഞ്ഞു. അവൻ അവളെ പതുക്കെ ചുംബിച്ചു. സ്നേഹവും ദയയും നിറഞ്ഞ ആ ചുംബനം ആ വലിയ ശാപത്തെ തകർത്തു. അറോറ പതുക്കെ കണ്ണുകൾ തുറന്നു. രാജകുമാരന്റെ നല്ല മനസ്സ് തിരിച്ചറിഞ്ഞ അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. ആ നിമിഷം കൊട്ടാരം മുഴുവൻ ഉണർന്നു. രാജാവും രാജ്ഞിയും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. അടുക്കളയിൽ വീണ്ടും തീ കത്താൻ തുടങ്ങി. പുറത്തുള്ള മുള്ളുകാടുകൾ മാഞ്ഞ് അവിടെ എങ്ങും സുഗന്ധം പരത്തിക്കൊണ്ട് മുല്ലപ്പൂക്കളും ലില്ലിപ്പൂക്കളും വിരിഞ്ഞു. കൊട്ടാരത്തിൽ വലിയൊരു ആഘോഷം നടന്നു. അറോറയും രാജകുമാരനും ചേർന്ന് ആ രാജ്യത്തെ എപ്പോഴും സന്തോഷത്തോടെ നോക്കുമെന്ന് വാക്കു പറഞ്ഞു. എത്ര വലിയ ഇരുട്ടാണെങ്കിലും സ്നേഹത്തിൻ്റെ പ്രഭാതസൂര്യൻ ഉദിക്കുമ്പോൾ അത് മാറുമെന്ന് എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ട് അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഈ കഥ കണ്ടതിന് നന്ദി. കൂടുതൽ കഥകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കഥ ഇവിടെ അവസാനിക്കുന്നു. നല്ല സ്വപ്നങ്ങൾ കാണൂ. വീണ്ടും കാണാം മലയാളം ബെഡ് ടൈം സ്റ്റോറീസിൽ.